BJP വിട്ടെന്ന് പ്രഖ്യാപിച്ച് നടനും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ദേവൻ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ വെച്ചുകൊണ്ടായിരുന്നു രാജിപ്രഖ്യാപനം. നിർണായക നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ദേവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യത്തിൽ മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് അത് പറഞ്ഞു. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതിച്ചു. ഗുരുദേവ ദർശനങ്ങളാണ് തന്റെ വഴിയെന്നും അത് നടപ്പിലാക്കാൻ BJP-യിൽ ഇടമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ദേവന്റെ രാജിപ്രഖ്യാപനം. BJP-യുടെ ചെറുതല്ല വലിയ സ്ഥാനമാണ്. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുമാണ് ഈ രാജി ഉണ്ടാവുന്നത്. എന്ത് തരത്തിലുള്ള നീക്കമാണ്, മറ്റെന്തെങ്കിലും സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ BJP-യുടെ വിശദീകരണം കൂടി വേണ്ടി വരുന്നത്. എന്തായാലും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു നാടകീയമായ രാജി നീക്കം പ്രഖ്യാപനം ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിന് ഉടൻ കത്ത് കൈമാറുമെന്നും ദേവൻ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ദേവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് പശ്ചാത്തലത്തിലാണ് ദേവൻ രാജിപ്രഖ്യാപനം നടത്തുന്നത്? സജിത്ത്, കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു രാജിപ്രഖ്യാപനം ഉണ്ടായത്. ഗുരുദേവ അതും തികച്ചും അപ്രതീക്ഷിതമായ ഒരു രാജിപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. അദ്ദേഹം ആ പരിപാടിയിൽ ക്ഷണിതാവായി എത്തിയതായിരുന്നു. ഈ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം തന്റെ പഴയകാല രാഷ്ട്രീയ ജീവിതം, അതായത് താൻ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനിടയിൽ ആണ് അദ്ദേഹം നിർണായകമായ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അത് പ്രഖ്യാപിക്കേണ്ട ഇടം ഇതാണ് എന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് SNDP കൂടിയുള്ള പ്രോഗ്രാമിൽ വെച്ച് ഇത്തരത്തിലൊരു രാജിപ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. തുടക്കത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാഹചര്യവും പിന്നീട് അത് BJP-യിൽ ലയിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP-യുമായി ചേർന്ന് പോകാം എന്നാണ് താൻ കരുതിയിരുന്നത്. പക്ഷെ തന്റെ രാഷ്ട്രീയ ലൈൻ അതല്ല എന്ന് താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നും ദേവൻ തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങൾ, ഇതൊക്കെ അദ്ദേഹം എടുത്തു പറയുകയും ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം തന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് അവർക്ക് അറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് താൻ ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ തൃപ്തനല്ല എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ദേവൻ അങ്ങനെ ഒരു രാജ്യപ്രഖ്യാപനം പൊതുവേദിയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു മാസക്കാലമായി താൻ ഇത്തരം വിഷയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു തീരുമാനമായിരിക്കുന്നു. താൻ BJP-യുടെ ഉപാധ്യക്ഷ സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള രാജിക്കത്ത് താൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് താൻ ഉടൻ കൈമാറുമെന്നും പരസ്യമായി താനത് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാതെ പ്രസംഗം നിർത്തുകയായിരുന്നു. എന്തായാലും ഗുരുദേവ ദർശനങ്ങളാണ് താൻ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ. പക്ഷേ അതിനോട് ചേർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തന്റെ ലൈൻ അല്ല BJP-യുടെ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജിക്കത്തിലേക്ക് പോയതെന്നും അതിനോടൊപ്പം തന്നെ BJP-ക്കുള്ളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തോന്നും ഉള്ള മറ്റു പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ കടുത്ത ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആ നിലവിലത്തെ സാഹചര്യത്തിൽ BJP-യിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപാധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്, സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനമാണ് രാജിവെക്കുന്നത് നടൻ ദേവൻ. നേരത്തെ വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ദേവൻ BJP-യുടെ ഭാഗമായത്. പ്രധാനമന്ത്രിയുടെ ഒരു കേരള സന്ദർശന വേളയിലാണ് അദ്ദേഹം BJP-യുടെ അംഗത്വമെടുക്കുക വേദിയിലൊക്കെ എത്തുകയും ചെയ്തത്. നേരത്തെ സ്വതന്ത്ര ഒരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ദേവൻ. അതിനുശേഷം BJP-യാണ് ഇനി തൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവൻ BJP-യുടെ ഭാഗമായത്. പക്ഷേ ദേവന് BJP-യിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലേ? എന്താണ് സംഭവിച്ചത്? എന്തായാലും ഗുരുദേവ ദർശനങ്ങളാണ് തൻ്റെ രാഷ്ട്രീയമെന്നും അത് നടപ്പാക്കാൻ പറ്റുന്ന ഇടമല്ല BJP എന്നതുമാണ് അദ്ദേഹം
ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യം. ശരണ്യ, ഒരു കാര്യം കൂടി, ആ വേദിയിൽ സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാജിപ്രഖ്യാപനം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ദേവനും BJPയും തമ്മിലുള്ള അകൽച്ചയെ സംബന്ധിച്ച സൂചനകൾ ഇതുവരെ ഒന്നും പുറമേക്ക് കേട്ടിരുന്നില്ല. ഇപ്പോൾ ഈ വേദിയിൽ അതിൻ്റെ ഒരു ഇടമാക്കാൻ ദേവൻ തെരഞ്ഞെടുത്തതിന് മറ്റെന്തെങ്കിലും കാരണം കാണാനാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഗുരുദേവ ദർശനങ്ങളെയൊക്കെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ശരണ്യയിലേക്ക് തിരികെ വരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇത് സംബന്ധിച്ച് BJP നേതൃത്വത്തിൻ്റെ അടക്കമുള്ള പ്രതികരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. BJP പ്രതികരിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ തിരിച്ചടിയാണ്. ദേവനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മുഖം BJPക്ക് നഷ്ടമാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ദേവൻ ഇന്ന് നടത്തുന്നത്? കൂടുതൽ വ്യക്തതയും പ്രതികരണവും കൂടി ദേവനെ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോൾ നടൻ ദേവനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ബന്ധപ്പെടാൻ ഞങ്ങൾക്കും കഴിയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.